ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺഡേത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ ഇന്ന് ഹോസ്കോട്ടെ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഹോസ്കോട്ടെ ഒരു പ്ലേസിലേക്ക് നമ്മൾ പോകാമെന്ന് വിചാരിച്ചൊരു പ്ലാനാണ്. അവിടെ ഓറിയൻ മോൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അവിടത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആക്ച്വലി രാജാജി നഗർ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ ഓൾറെഡി ഓറിയൻ മോളുണ്ട്. അവിടേക്ക് ഞാൻ കുറേ തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും പോകാനാണ്. ഫസ്റ്റ് നമ്മൾ മെജസ്റ്റിക്കിലേക്കുള്ള ബസ്സിൽ പോയിട്ട് മെജസ്റ്റിക്കിൽ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് മെട്രോ ക്യാച്ചപ്പ് ചെയ്ത് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെജസ്റ്റിക്ക് പോയി. അങ്ങനെ ഫൈനലി മെട്രോ സ്റ്റേഷനിൽ നമ്മൾ റീച്ച് ആവാനായി. അവിടെ നിന്ന് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസൈഡ് പോയി. അങ്ങനെ മെജസ്റ്റിക്കിൽ വന്നപ്പോൾ എനിക്കൊരു ഫീലാണ് വീട്ടിലേക്ക് പോകണം, വീട്ടിലൊരു ഓർമ്മ വരും മെജസ്റ്റിക്ക് വന്നിട്ടാകുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മെട്രോയിൽ കയറിയിട്ട് മെട്രോയിലിരുന്നു. കുറച്ച് സോങ്ങൊക്കെ മ്യൂസിക്കൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് മ്യൂസിക്കൊക്കെ കേട്ടു. അങ്ങനെ ഒരു മോർ ദാൻ ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു ട്രാവൽ. അപ്പോൾ ബോറടിച്ച് പോയി. അങ്ങനെ കുറച്ചും വീവൽ ഔട്ട് സൈഡ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. അവിടുന്ന് മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് ആയിട്ട് പിന്നെ എഗെയിൻ ഒരു ബസ്സിൽ പോകാനുണ്ടായിരുന്നു ഹോസ്കോട്ടെ. ഡയറക്റ്റ് നമുക്ക് മെട്രോ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മെട്രോയിൽ വന്നിട്ട് പിന്നെ നമുക്ക് എഗെയിൻ ഒരു ബസ് ഉണ്ടായിരുന്നു, ബസ്സിൽ നമ്മൾ പോയി. അത് ഹോസ്കോട്ടേക്ക് ഡയറക്റ്റ് പോകുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ആ ബസ്സിനെ ക്യാച്ചപ്പ് ചെയ്തിട്ട് ബസ്സിൽ പോയി നമ്മൾ. പിന്നെ നമ്മൾ ഗേൾസ് കർണാടകത്തായതുകൊണ്ട് നമുക്ക് ഫ്രീ ആണ്, നോ മണി, ഫ്രീ ബസ്സാണ് നമുക്ക്. അപ്പോൾ ഫ്രീ ബസ്സിലാണ് പോയത്. ഫ്രീ ബസ് ക്യാച്ചപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രാവൽ സ്റ്റാർട്ടായി. അവിടേക്ക് കാണാൻ എന്ന് വെച്ചാൽ വലിയൊരു ട്രാഫിക്കൊന്നുമില്ല. ഈ ബാംഗ്ലൂർ ഇൻസൈഡില്ല പോലെ അത്ര ഒരു ട്രാഫിക്കൊന്നുമില്ല, ഒരു കൂൾ ഏരിയ ആണ്. അപ്പം ഞാൻ വിൻഡോ സീറ്റിൻ്റെ അടുത്തായിരുന്നു ഇരുന്നത്. എനിക്കെപ്പോഴും വിൻഡോ സീറ്റ് പറഞ്ഞ ഒരു ഭ്രാന്താണ്. അപ്പം ഞാനെപ്പോഴും വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരിക്കും. അവിടുന്ന് ഒരു വ്യൂവൊക്കെ നോക്കി ആസ്വദിക്കാൻ എനിക്കൊരു ത്രില്ലാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു ട്രീസ് അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കാറ്റും കൊണ്ടിട്ട് പുറത്തേക്കുള്ള വ്യൂവെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ലോങ് ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ സൺഡേ അല്ലേ, അപ്പോൾ ലീവാണ്. കുറച്ചും മൈൻഡ് പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും ലോങ് ആയിട്ട് പോയത്. എപ്പോഴും വർക്ക് ചെയ്ത് ഫുൾ സ്ട്രെസ്സായിട്ടുണ്ടാവും, അപ്പോൾ ഒരു ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ച് പോയി. അങ്ങനെ ഫൈനലി നമ്മൾ റീച്ചായി. പക്ഷേ ഒരു പ്രോബ്ലമാണ് സംഭവിച്ചത്. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് അത് ഓൾറെഡി കഴിഞ്ഞു പോയിരുന്നു. പിന്നെ എഗെയിൻ അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് നമ്മൾ എക്സാക്റ്റ് നമ്മൾ ഇറങ്ങേണ്ട പ്ലേസിലേക്ക് നമ്മൾ വേറൊരു ബസ് കയറിയിട്ട് പോയി. അങ്ങനെ ഫൈനലി നമ്മൾ റീച്ചായി ഗൈസ്. നമ്മൾ ഓറിയൻ മോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റീച്ചായി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പ്ലേസാണ്. നമ്മളെ രാജാജി നഗർ എന്ന് പറഞ്ഞുള്ള പ്ലേസിലുള്ളതിനേക്കാൾ എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. ക്രൗഡ് അങ്ങനെയൊന്നുമില്ല, ഒരു പീസാണ്, ഒരു കൂളാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഫുള്ള് ഒരു ക്രൗഡ്, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫുള്ള് ഒരു ഫ്രീ ആയിട്ട് ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. ആൾക്കാർ ആരുമില്ല, നല്ലൊരു പീസ് ഏരിയ ആണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും ഹോസ്കോട്ടയിലുള്ള ഓറിയൻ മോളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അപ്പം അന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ മദേഴ്സ് ഡേക്ക് കുറേ ഡെക്കറേഷനൊക്കെ ആക്കിയിട്ട് മദേഴ്സൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ ആക്ച്വലി ഇതൊരു മദേഴ്സ് ഡേ നമ്മൾ പോയിരുന്ന ഒരു വ്ളോഗായിരുന്നു. ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അങ്ങനെ അവിടുത്തെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. മദേഴ്സൊക്കെ കുറേ മദേഴ്സുമാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മിയെ ഞാൻ മിസ് ചെയ്തിരുന്നു. മമ്മിയും വേണമായിരുന്നു പറഞ്ഞ് ഞാൻ തിങ്ക് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിലൊക്കെ കറങ്ങി. അവിടേക്ക് നല്ല അടിപൊളിയാണ്. ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ ഇല്ല, കുറച്ച് കുറവാണ് ആൾക്കാരൊക്കെ. നല്ല അടിപൊളിയാണ് പ്ലേസ്. ഇന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എന്തായാലും ഒരു പുതിയ പ്ലേസിലേക്ക് പോയി പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അതാണല്ലോ നിയമം. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, രണ്ടുപേരും വീഡിയോസൊക്കെ കുറച്ച് എടുത്തു. അത് കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പൈസ് ഐറ്റം എപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിലും ഈ സമ്മർ സീസൺ ആണെന്നെങ്കിൽ കൂളായിട്ട് ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു.
ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡ് വരാൻ വേണ്ടിയിട്ട് വേണ്ടിയായിരുന്നു. ഓർഡർ കിട്ടാൻ വേണ്ടി നമ്മളെങ്ങനെയായിരുന്നു ഒരു ഹാഫ് ആൻ അവർ മോർ ദാൻ ഹാഫ് ആൻ അവർ ആയിരുന്നു. പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ഫ്രൂട്ട് സലാഡ് വന്നു. എങ്ങനെയുണ്ടെന്ന് കഴിക്കാൻ ഡിഫറെൻ്റ് ആയിട്ട് അടിപൊളി ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നീട് നമുക്ക് പിന്നൊരു മോളിൽ പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഓൾറെഡി ഇവിടെ തന്നെ ഉച്ച കഴിഞ്ഞു 2-3 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടാന്ന് ക്യാൻസലാക്കി. ഓൾറെഡി ടയേർഡായിപ്പോയി. അവിടെ കുറച്ച് വെയിലുമാണ്, നടക്കാനൊക്കെ ഉണ്ടായിട്ട് കുറച്ച് മതിയായിപ്പോയി. അങ്ങനെ അതൊന്നും പ്ലാൻ ക്യാൻസലാക്കിയിട്ട് നമ്മൾ റിട്ടേൺ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അങ്ങനെ റിട്ടേണിന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിറ്റിലേക്ക് വന്നു. നമുക്കും 2 ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചിട്ട് മുൻഭാഗത്തുനിന്ന് എടുത്തില്ല, എന്താ മദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ പിൻഭാഗത്തുനിന്ന് പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്നെ ട്വിന്നിങ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കിട്ടി, ഒരു പുതിയ ഫ്രണ്ട്. അവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വി ബോത്ത് ആർ ട്വിന്നിങ് ആണ്. യെല്ലോ കളർ ഡ്രസ്സാണ് രണ്ടാളിട്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പുറത്ത് ഗാർഡൻ ഉണ്ടായിരുന്നു, അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഇത്ര ദൂരം വന്നതല്ലേ, അപ്പം ഫോട്ടോസും വീഡിയോസൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ നന്നായി എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ വേണ്ടി എഗെയിൻ മെട്രോ സ്റ്റേഷനിൽ വന്നു. അപ്പം എന്തെങ്കിലും നല്ല ചൂടാണ്, ദാഹിച്ചിരുന്നു. അങ്ങനെ കസ്കസ് ലെമൺ എന്തോ ഒരു പറഞ്ഞൊരു ജ്യൂസ് ഉണ്ടായിരുന്നു, അത് എടുത്തു. പക്ഷേ എനിക്ക് കുടിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം ട്രൈ ആക്കുമ്പോൾ തന്നെ അയ്യോ വേണ്ടാന്ന് തോന്നി. അത് ടേസ്റ്റേ ഇല്ലായിരുന്നു, നോട്ട് ഗുഡ്. അത് കഴിഞ്ഞ് എഗെയിൻ റിട്ടേൺ വരാനുള്ള മെട്രോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. മെട്രോ സ്റ്റേഷനിൽ മെട്രോ വന്നു, ക്യാച്ചപ്പ് ചെയ്ത് മെട്രോയിൽ നമ്മൾ വന്നു. ഫുള്ള് ടയർഡാണ്, ഇരിക്കാൻ പോലും പ്ലേസ് ഉണ്ടായിരുന്നില്ല. നിന്നിടത്ത് തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ടയർഡായിട്ട് അവിടെ തന്നെ വീഴുന്നു തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ചായി. നമ്മുടെ റൂമിലേക്ക് നമ്മൾ വന്നു. അന്നത്തെ ദിവസം അത്ര പെട്ടെന്ന് പോയി. അങ്ങനെ സൺഡേ ഒക്കെ തീർന്നു പോയി. നമ്മളെ ഡേയ്സും ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.